സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോക്കൺ സർവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതണം. അതായത് യൂസർ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് തിരിച്ച് ഒരു ടോക്കൺ ആയിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, സോ അതിന് നമ്മൾ ഇവിടെ ഈ ക്രിയേറ്റ് ടോക്കണിനകത്തുള്ള ലോജിക്കിൽ നമ്മളിവിടെ കോൺഫിഗിനകത്ത് ടോക്കൺ കീ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമുക്ക് ഈ കോൺഫിഗറേഷൻ ഫയലിനകത്ത് നമുക്ക് ഈ ടോക്കൺ കീ കിട്ടണം. ഇപ്പോൾ നമുക്ക് നള്ളായിരിക്കും വരുന്നത്. സോ നമുക്ക് ടോക്കൺ കീ കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് സെറ്റിംഗ്സ് .json എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അവിടെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ ഉള്ളത്. ഈ കോൺഫിഗറേഷൻ ഫയലിൽ ഞാനിവിടെ ഓൾറെഡി ഒരു ടോക്കൺ കീ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ജേസൺ ഫയലിനകത്ത് നമ്മൾക്ക് ഇങ്ങനെ ടോക്കൺ കീ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വാല്യൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സീക്രട്ട് കീ ആണ്. സോ എന്ത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിയേറ്റ് ടോക്കണിലെ ലോജിക്കിനകത്ത് ഈ താഴോട്ടങ്ങ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ടോക്കൺ കീ കിട്ടാൻ വേണ്ടി നമ്മൾ ആപ്പ് സെറ്റിങ്സിനകത്ത് എഴുതി. ഇനി അടുത്ത നമുക്ക് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടോക്കൺ കിട്ടണം. ഓക്കെ, സോ അക്കൗണ്ട് കൺട്രോളറിലാണ് നമ്മളിവിടെ രജിസ്റ്ററും അതുപോലെ തന്നെ ലോഗിൻ്റെ ഫംഗ്ഷനും നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്ററിനകത്ത് നമുക്കിവിടെ ഇവിടെ നമുക്ക് നേരത്തെ നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ യൂസർ ഡീറ്റെയിൽസ് ആയിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ പുതിയൊരു DTO ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ DTOനകത്ത് നമുക്ക് വേറെ ഒന്നല്ല, നമുക്ക് ഒരു യൂസർ നെയിമും ഒരു ടോക്കണാണ് തരുന്നത്. നമ്മുടെ ഇപ്പോൾ റോള് നമ്മൾ കൂടുതൽ കൊടുക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് യൂസർ നെയിമും അതിൻ്റെ ടോക്കൺ മാത്രമേ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇത് പുതിയൊരു DTO ആണ്. ഞാനിവിടെ പുതിയൊരു DTO ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, user_DTO. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് റിക്വയർഡ് പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്, യൂസർ നെയിമും ടോക്കണും. സോ ഈ രണ്ട് ഫീൽഡും മസ്റ്റായിട്ടും വേണം. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ രജിസ്റ്റർ ഫംഗ്ഷനകത്ത് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇവിടെ യൂസർ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് എന്താണുള്ളത്, യൂസർ ഡീറ്റെയിൽസിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഹാഷും അതാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് ടോക്കൺ ആണ് നമുക്ക് തിരിച്ച് കിട്ടേണ്ടത്. സോ ഈ ഫംഗ്ഷനിൽ ഈ രജിസ്റ്റർ ഫംഗ്ഷന് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് യൂസർ DTOയുടെ ആ ഒരു ഒബ്ജക്റ്റ് ആണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ user_DTOയ്ക്കകത്ത് നമ്മളിവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് നേരത്തെ റിട്ടേൺ ചെയ്തുകൊണ്ടിരുന്ന യൂസറാണ്, യൂസർ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഞാനിവിടെ ന്യൂ user_DTOയ്ക്കകത്ത് നമ്മളിവിടെ യൂസർ നെയിമും ടോക്കണും കൊടുക്കണം. ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് പാസ് ചെയ്ത് വരുന്ന യൂസറും അതുപോലെ തന്നെ ടോക്കൺ എന്ന് പറയുന്നത് നമ്മുടെ ടോക്കൺ സർവീസ്. ഓക്കെ, ഈ ടോക്കൺ സർവീസ് നമ്മൾ നേരത്തെ ഈ ലോജിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ലോജിക്കിലോട്ട് കയറി അങ്ങ് നമുക്ക് ക്രിയേറ്റ് ആവും. അതോടെ ഇവിടെ നമുക്ക് ആ യൂസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് തിരിച്ചിവിടെ റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, സോ യൂസർ നെയിം ടോക്കൺ ഈ രണ്ട് ഒബ്ജക്റ്റ് ആണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിട്ടേൺ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് നമുക്ക് ലോഗിൻ്റെ കേസിലും അങ്ങനെയാണ്. ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് തിരിച്ച് റെസ്പോൺസ് എന്താ വേണ്ടത്, നമുക്ക് ഇതേപോലെ user_DTO യൂസർ നെയിമും ടോക്കണും നമുക്ക് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് കിട്ടണം. അപ്പോൾ അവിടെ ഞാനിവിടെ യൂസർ ഡീറ്റെയിൽസ് മാറ്റിയിട്ട് ഇവിടെ user_DTO എന്ന് പറഞ്ഞൊരു DTO ആണ് ഞാനിവിടെ ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് നേരത്തെ യൂസർ ആയിരുന്നു. സോ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മളിവിടെ user_DTOയുടെ ഒബ്ജക്റ്റ് ആണ് നമുക്കിവിടെ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, യൂസർ നെയിമും അതുപോലെ തന്നെ ടോക്കണും. സോ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ ലോഗിൻ രജിസ്റ്ററിൽ നമ്മളിവിടെ ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള കോഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ പോസ്റ്റ്മാനിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പോസ്റ്റ്മാനിൽ ഞാനിവിടെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ടോക്കൺ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഏതായിരുന്നു, ഇവിടെ ക്രിയേറ്റ് ടോക്കണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഇഫ് ടോക്കൺ ഡോട്ട് ലെങ്ത് ലെസ് ദാൻ 64 ആണെങ്കിൽ അവിടെ ടോക്കൺ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ ടോക്കണിൻ്റെ നമ്മൾ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത്
സീക്രട്ട് അണ്ടർസ്കോറിന് കീ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വാല്യൂടെ ലെങ്ത് 64 താഴെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിന് വേണമെങ്കിൽ 64 ആക്കി കളയാം വാല്യൂടെ ലെങ്ത്. അപ്പം ഞാൻ ഇത്രയും കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്ത് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത് ഒന്നും കൂടെ ബിൽഡ് ചെയ്ത് നമ്മളൊന്നുകൂടെ റൺ ചെയ്യണം. ഓക്കെ, സോ ഇനി ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ യൂസർ നെയിം തോമസ് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ടോക്കൺ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ വേണ്ടത്. ഓക്കെ, ഒരു ക്ലയൻറ്റ് സൈഡിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഈ ഒരു ഒബ്ജക്റ്റ് ആണ് വേണ്ടത്, യൂസർ നെയിമും ടോക്കണും. സോ ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള APIs വെച്ച് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ നമ്മുടെ APIs ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും, അതായത് പബ്ലിക് ആക്സസ് ആയിരിക്കത്തില്ല API. സോ ഈ പ്രൈവറ്റ് APIs ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടോക്കണിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഈ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള API ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടോക്കൺ വാലിഡ് ആണോ നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടോക്കൺ കോപ്പി ചെയ്തിട്ട് നമുക്ക് JWT എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, JWT. അതിലെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ പേജിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ എൻകോഡഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇത് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ കോപ്പി ചെയ്ത സാധനം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അൽഗോറിതം നണ്ണ് ടൈപ്പ് JWT, പിന്നെ നെയിം ID തോമസ് ആണ്, നെയിം ID ഒക്കെ വന്നിട്ടുണ്ട്. എക്സ്പയറേഷൻ ടൈം എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സിലാണ് കാണിക്കുന്നത്. നമ്മൾ ഹോവർ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് February 1, 2025, ഇപ്പോൾ 25th ആണ്. നമുക്ക് 7 days കഴിഞ്ഞാൽ 7 days വരെ നമുക്ക് ഈ ടോക്കൺ വാലിഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പയർ ആവും. സോ ഇതാണ് നമ്മുടെ ടോക്കൺ. സോ ഈ ടോക്കണിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ബാക്കി ഇതിനെ വെച്ച് ഈ ടോക്കൺ വെച്ചിട്ട് ബാക്കി എല്ലാ APIs-നും നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.